കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല ടോപ്പിക്കുകളെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലെ. അതില് രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് നെഗറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്. നെഗറ്റീവ്. അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം സംസാരിക്കാൻ നോക്കും. നമ്മളൊരു സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ മടിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതിന്റെ ഒപ്പം തന്നെ മടിയുടെ ഒരു വശമാണ് നാണം. നമുക്ക് മറ്റുള്ളവരെ സംസാരിക്കാൻ ഒരു പ്രശ്നം മടിയാണ്, പക്ഷെ അത് നാണം കൊണ്ടാണ്. നാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനെന്ന ഭാവം, ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ ഇനി അവനോട് ചോദിക്കുമ്പോ എന്താവും, അവൻ എങ്ങനെ തോന്നും, ഇനി അവൻ എന്ത് കരുതും, ഞാനെന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നാണത്തിലൂടെ പുറത്തേക്ക് വരിക. അതും നമ്മളെല്ലാവരും പുറയിലേക്ക് നയിക്കുന്ന സംഭവമാണ്. അതും ഇതിന്റെ ഒരു പാട്ടാണ്. ഞാൻ ഇന്നലെ അത് വിട്ടുപോയി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, എനിവേ അടുത്തൊരു വളരെ വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ്. നെഗറ്റീവിനെ രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് സ്വയമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഒരാളെ കണ്ടു, ആ ആളെ കണ്ട് അവൻ നല്ല ഡ്രസ് കോഡിൽ അടിപൊളിയായിട്ട് വരുമ്പോ എടുത്ത വഴിക്ക് നമ്മൾ പറയുന്നത് ഓ എന്തൂട്ട ആളായി കാണുന്നേ. അപ്പോ അവനാകെ ഞെട്ടി. അവൻ വരുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ട് വരാണ്. അവന്റെ വിചാരം ഞാനാണ് രാജാവ് എന്ന് വിചാരിച്ചു തന്നെ. ആ സമയത്താണ് ഒരു കൊട്ടു കൊടുക്കുന്നത്. നിന്റെ ആ പാന്റുമ്മ കണ്ടില്ലേ, നീ ആ കച്ചടിയിരിക്കുന്നത്, നീ കണ്ടില്ലേ. അവനാകെ ഞെട്ടിപ്പോയി. ഈ അവസ്ഥ, നിന്റെ സൂപ്പറായിട്ട് ഡ്രസ്സ്, ആ പാന്റുമ്മ ചെടി ചെളിയിട്ടുണ്ടാവും, തുറച്ചത് നേരെ. അത് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. പക്ഷെ അവൻ ഏത് രീതിയിലാണോ കടന്നു വന്നത് അതിൽ നിന്ന് അവനെ പുറയിലേക്ക് വലിക്കാനാണ് ആ കമന്റ് ഉപകരിച്ചത്. അപ്പൊ നമ്മൾ ഇതുപോലെ നെഗറ്റീവ് കമന്റ് എന്ത് കാണുന്നതിലും നെഗറ്റീവ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടാലും സംതൃപ്തിയില്ല. വരുന്നതിനും പോകുന്നതിനും ഒക്കെ കുറ്റം പറയുക. ഒരു വഴിക്ക് പോയാ ഇങ്ങോട്ട് പോയ എന്തിനാ, സ്വയമായിട്ടോട്ട് ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നതിന് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം, അവരും ജയിക്കാൻ പോണില്ല. നമ്മൾ നമ്മുടെ സ്വഭാവത്തില് ഈ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന സ്വഭാവം ഫസ്റ്റ് മാറ്റണം. അത് സ്വയമായിട്ട് മാറ്റേണ്ട കാര്യമാണ്. സ്വയമായിട്ട് മാറണം. എന്തിനും കണ്ടുപിടിക്കുക. നെഗറ്റീവ് ഇല്ലാത്ത എന്ത് കാര്യമുള്ളത്? ഏത് ടോപ്പിക് എടുത്താലും നെഗറ്റീവ് ഉണ്ടാവും. നമ്മളൊരു പേന വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പേനയ്ക്ക് ഇതിന്റെ ഡോട്ട് ശരിയല്ല. ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ, വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ വച്ച് കഴിയുമ്പോ ഈ വാങ്ങിക്കാൻ പോകുന്ന ആള് അവിടെ അളന്ന് തൂക്കി അവനെല്ലാം കറക്റ്റ് ചെയ്തിട്ടായിരിക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വരുമ്പോ പറയും ഇതെന്തിനാ, അതിന് ഇന്ന പ്രശ്നമല്ലേ, അത് അങ്ങനെ കംപ്ലൈന്റ് അല്ലേ, ഇത് തൂക്കി നോക്കണ്ടായിരുന്നു. ആരെങ്കിലും പോക്കറ്റിലെ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വളരെ അളന്ന് തൂക്കി കറക്റ്റ് തൂക്കമുണ്ടോ എന്നൊക്കെ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ കിട്ടിയ കാശ് വെറുതെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കുന്നതായിരിക്കണം. അതിന് നമ്മൾ വെറുതെ കിട്ടിയതിലോട്ടും പോട്ടെ. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ മനുഷ്യനെ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടണില്ല. നെഗറ്റീവ് കമന്റുകൾ. അപ്പോ അവരൊട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെ എങ്ങനെയും ഡീപ്രമോട്ട് ചെയ്യുക, അവരെ എങ്ങനെയും ഇകഴ്ത്തുക. അതും വളരെ വലിയൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് കാണുമ്പോഴും അതിലൊരു പോസിറ്റീവ് വശം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പോസിറ്റീവ് വശം ഇതാണ് നമ്മൾ സ്വയമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ടോപ്പിക് ഉണ്ട്. ഇന്ന് മലയാളിയുടെ പ്രത്യേകതയാണ് ആരും നന്നാവണ ഇഷ്ടമല്ല, നന്നാവണ പിടിച്ച് കാലെ പിടിച്ച് വലിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരാ. അപ്പോ ആരും നല്ലത് ചെയ്താൽ പോലും ഒരു കൈയടിക്കാൻ ആരും ഉണ്ടാവും എന്ന് കരുതരുത്. അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ പുറത്തൊരാളുണ്ടാവും. മനസ്സിലായോ? കുറ്റം കണ്ടുപിടിക്കാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ജനവിഭാഗത്തിന്റെ അടുത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ബോധ്യമാണ് എല്ലാവർക്കും വേണ്ടത്. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ കരിയറിൽ രക്ഷപ്പെടാൻ പറ്റും. ഒരിക്കൽ പോലും ഒരു ചെയ്യുന്ന കാര്യത്തിന് നല്ലത് പറഞ്ഞുകൊണ്ട് അതിന്റെ ന്യൂനത സ്വകാര്യമായിട്ട് വിളിച്ചു പറയുന്ന ആളെ കാണുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ലൈഫിൽ വല്ലവരുണ്ടെന്ന് നോക്കൂ. നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ? നമ്മളെ ഇകഴ്ത്തുവാനോ പുകഴ്ത്തുവാനോ ഉള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്ന് ഈ നിലയിലേക്ക് വളർത്താനായിട്ട് അല്ലെങ്കിൽ വളരാൻ എനിക്ക് സാധിച്ചത് സോഷ്യൽ മീഡിയ എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എനിക്ക് വന്ന നെഗറ്റീവ് കമന്റുകളാണ്
എന്നെ ഇന്ന് ഈ നിലയിലാക്കാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഇന്ന് ഈ പവറിൽ നിൽക്കുന്നതിന് കാരണം അത് തന്നെയാ, ഒരു തർക്കവും വേണ്ട. ജിനൽ എത്രയോ നെഗറ്റീവ് കമന്റ് ഇപ്പോഴും കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയുന്നത്, എന്താ നിന്നെ കണ്ടിട്ട് എന്താ തോന്നണേ, ഭയങ്കര കഷ്ടം, എനിക്ക് പരിതാപകരമായിട്ട് തോന്നാണെന്നൊക്കെ പറഞ്ഞു. സന്തോഷമുണ്ട്. ആ ആളുടെ പേര്, ആ ആളാരെന്നൂലും എനിക്കറിയില്ല, ആൾക്കും ഒരു അഡ്രസ് ഇല്ല, ആള് അൺനോൺ ആയിട്ട് അവർ കമന്റ് ഇട്ടിരിക്കുക. സന്തോഷം, വളരെ സന്തോഷമുണ്ട്. എന്റെ കാര്യം അന്വേഷിക്കുന്ന ഒരാളുണ്ടല്ല. എനിക്ക് എന്റെ ഭാര്യയും എന്റെ ഫാമിലിയും പിള്ളേരൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് പുറത്തുനിന്ന് എനിക്ക് ഒരാൾ കൂടി. അതുപോലെ പലരും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ ഓർക്കാണ്. എന്റെ അഭിവൃദ്ധിയിലും എന്റെ എനിക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങളിലൊക്കെ അവർക്ക് ഒരു സങ്കടവും പരിഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ പരിപാലിക്കാൻ ഒന്ന് രണ്ട് പേരും കൂടി, കുറച്ച് പേരും കൂടി ഉണ്ടല്ലോ, സന്തോഷം. അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മളെ ഒന്നുകൂടി നല്ല ഡീപ്പായിട്ട് വളരാൻ നമ്മളെ സഹായിക്കാം. അപ്പൊ ഇതും നിങ്ങൾ ഇതില് മനസ്സിലാക്കണം. അപ്പോ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ വളരേണ്ടത്. അപ്പോ നെഗറ്റീവ് എന്ന് പറയുമ്പോ നമ്മൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് നമ്മൾ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അതുപോലെ തന്നെ മറ്റുള്ളവർ നമുക്ക് തരുന്ന ആഘാതം, ഈ രണ്ടും നെഗറ്റീവാണ്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു കാക്ക നിങ്ങളുടെ മേത്ത് തൂറിയാൽ ഷട്ടയിൽ തൂറിന്ന് കൂട്ടാം. ഈ കാക്ക തൂറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാക്ക തൂറിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും അന്നത്തെ ഒരു ദിവസം പോലും ഒരു മനുഷ്യന്റെ അടുത്ത് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇവിടെ നോക്കും. ഈ ഡ്രസ്സ് മാറുന്നത് വരെ നമുക്ക് ഒരു ഉറപ്പില്ല. അതാണ് മനുഷ്യൻ. അപ്പൊ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്വയമായിട്ടുള്ള ബോധ്യം, നല്ല പവർഫുൾ ആയിട്ട് എന്ത് വന്നാലും എന്തിനേയും ഭംഗിയായിട്ട് നേരിടാൻ. നമ്മൾ പോകുന്ന വഴിയിൽ പല തടസ്സങ്ങളുണ്ടാവും, പല നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും, പല പോസിറ്റീവ് കമന്റ്സ് ഉണ്ടാവും. ഇതിനെയൊന്നും വകവയ്ക്കാതെ അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നേറാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വേണ്ടത്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, വെരി താങ്ക് യു. ഓക്കെ.